പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന് പണ്ട് നടൻ ശ്രീനിവാസൻ പറഞ്ഞ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. പോളണ്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോരുന്ന ഒരു യൂറോപ്യൻ കൺട്രി ആയിരുന്നു പോളണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് പോളണ്ടിലേക്ക് വിസ സ്ലോട്ടിൻ്റെ ഇഷ്യൂ കാരണം സ്റ്റുഡൻസിൻ്റെ ഫ്ലോ കുറച്ച് കുറഞ്ഞിരുന്നു. എന്നാൽ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ മാറി. വിസ സ്ലോട്ട്സ് ഒക്കെ ഇപ്പോൾ പോളണ്ടിലേക്ക് അവൈലബിൾ ആണ്. വെറും ഒരു 2 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് പോളണ്ടിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ വർക്ക് വിസാസും അതുപോലെ സ്റ്റുഡൻ്റ് ആയിട്ട് പോളണ്ടിലേക്ക് പോയിട്ട് ഒരു വർക്ക് വിസയിലേക്കൊക്കെ മാറിയിരുന്ന ഒരു കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ഏറ്റവും ചിലവ് കുറഞ്ഞ് പോകാൻ പറ്റുന്ന ബെസ്റ്റ് കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു 2 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിക്കുന്നത്. IELTS ആവശ്യമില്ല. നല്ല രീതിയിൽ പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് ഉണ്ട്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 1 year ഗ്യാരണ്ടീഡ് സ്റ്റേ ബാക്ക് ഉണ്ട്. നഴ്സിംഗ്, MBBS, ഹെൽത്ത് കെയർ, IT, AI, സൈബർ സെക്യൂരിറ്റി, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏത് പ്രോഗ്രാംസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരുപാട് വേറെയും കോഴ്സ് പോളണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ പോളണ്ടിൻ്റെ നെക്സ്റ്റ് ഇൻടേക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, അതുപോലെ മാർച്ച്, ഏപ്രിൽ ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കണക്ട് വിത്ത് ഓൾഗേറ്റ്സ് ഇന്റർനാഷണൽ.